ഹലോ കൂട്ടുകാരെ, പിന്നെ മൈദ ചേർക്കുക. ഞങ്ങൾ ഇതിൽ കടലമാവും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ഒരു കയ്യിൽ ഇടുക. ഓരോ കയ്യിൽ അരിപ്പൊടിയും പിന്നെ മൈദ പിന്നെ കടലമാവ്. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിളകും എല്ലാതും ഒരുവിധം പരിവാകണ വരെ കുഴച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം കുഴച്ച് നല്ലപോലെ ചോപ്പാവുമ്പോൾ അത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് അതിൽ പിഴിഞ്ഞ് ഒന്നും കൂടി കുഴച്ചെടുക്കുക. ഞാനിവിടെ വിനാഗിരിക്ക് പകരമാണ് നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഗ്യാസിൽ വെക്കുക, അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്നാവും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആദ്യം വേപ്പിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഇടിഞ്ചക്കര നമ്മൾ കൂട്ടി വെച്ച സാധനം ഓരോ കയ്യിൽ വെച്ചിട്ട് വറുത്ത് കോരിയെടുക്കുക. അങ്ങനെ നമ്മളുടെ ഇടിയഞ്ചക്ക ചില്ലി റെഡിയായി. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് കൂട്ടുകാരെ.